ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം. സാത്താൻ ജോബിനെ പരീക്ഷിക്കുന്നു. ഉസ് ദേശത്ത് ജോബ് എന്നൊരാളുണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ 3 സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോടുകൂടെ വന്നു. കർത്താവ് സാത്താനോട്, "നീ എവിടെ നിന്ന് വരുന്നു?" എന്ന് ചോദിച്ചു. "ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്" എന്ന് അവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, "എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ?" സാത്താൻ ചോദിച്ചു, "ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദൂഷിക്കുന്നത് കാണാം." കർത്താവ് സാത്താനോട് പറഞ്ഞു, "അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്." അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പോയി. ഒരു ദിവസം ജോബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യൻ ജോബിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, "ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ." അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്നു പറഞ്ഞു, "ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തു നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു." അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു, "കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു." അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്നു പറഞ്ഞു, "നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി. ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു." ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്തു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവൻ പറഞ്ഞു, "അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു. നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ." ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. 2-ാം അധ്യായം. ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃസന്നദ്ധിയിൽ ചെന്നു. സാത്താനും അവരോടൊപ്പം എത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, "നീ എവിടെ നിന്ന് വരുന്നു?" "ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്," അവൻ പറഞ്ഞു. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, "എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു." സാത്താൻ പറഞ്ഞു, "ചർമ്മത്തിനു പകരം ചർമ്മം, ജീവനു വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക. അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു. അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്," കർത്താവ് സാത്താനോട് പറഞ്ഞു. സാത്താൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പോയി. അവൻ ജോബിൻ്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, "ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക." ജോബ് ഭാര്യയോട് പറഞ്ഞു, "ഭോഷത്വം പറയുന്നോ?
ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിൽ ഒന്നിലും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. 3 സ്നേഹിതന്മാർ. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ 3 സ്നേഹിതന്മാർ, തേമാന്യനായ എലിഫാസ്, ശൂഹ്യനായ ബിൽദാദ്, നാമാത്യനായ സോഫാർ, ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ നിലവിളിച്ചു, വസ്ത്രം കീറി, ശിരസിൽ പൂഴി വാരി വിതറി. അവൻ്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. 3-ാം അധ്യായം. ജോബിൻ്റെ പരാതി. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. അന്ധകാരം സാന്ദ്ര തമസ് തന്നെ അതിനെ ഗ്രസിക്കട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ടിപിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അത് ഉൾപ്പെടാതെ പോകട്ടെ. ആ രാത്രി ശൂന്യമായി പോകട്ടെ. അതിൽ നിന്ന് ആനന്ദാരവം ഉയരാതിരിക്കട്ടെ. ലവിയാത്താനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. പ്രകാശത്തിനു വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ. പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ. അമ്മയുടെ ഉദരം അടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല. എൻ്റെ കൺമുൻപിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല. ജനിച്ച ഉടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല? എൻ്റെ അമ്മ എന്തിന് എന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു? എന്തിനെന്നെ പാലൂട്ടി വളർത്തി? ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ. നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ, തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നല്ലോ. പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞതെന്തുകൊണ്ട്? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല. ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു. തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം? തപ്തഹൃദയന് എന്തിനു ജീവിതം? അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു, അത് വന്നണയുന്നില്ല. നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു. ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു. വഴി കാണാത്തവന്, ദൈവം വഴി അടച്ചവന് വെളിച്ചം എന്തിനാണ്? നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം. ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 4-ാം അധ്യായം. എലിഫാസിൻ്റെ പ്രഭാഷണം. തേമാന്യനായ എലിഫാസ് ചോദിച്ചു, സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ? എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്കു കഴിയും? നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി. ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു. സിംഹത്തിൻ്റെ അലർച്ചയും ക്രൂരസിംഹത്തിൻ്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു. ശക്തനായ സിംഹം ഇര കിട്ടാതെ നശിക്കുന്നു. സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു. ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു. അതിൻ്റെ നിമന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു. മനുഷ്യർ ഗാഢനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി. എൻ്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു. ഒരാത്മാവ് എൻ്റെ മുഖം ഉരുമിക്കടന്നുപോയി. ഞാൻ രോമാഞ്ചം കൊണ്ടു.
അത് നിശ്ചലമായി നിന്നെങ്കിലും അതിൻ്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു. എൻ്റെ കൺമുൻപിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു. നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനാകാൻ കഴിയുമോ? സൃഷ്ടാവിൻ്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ? തൻ്റെ ദാസരിലും അവിടുത്തേക്ക് വിശ്വാസമില്ല. തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു. എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക. ഉഷസ്സിനും സായം സന്ധ്യയ്ക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു. അവർ എന്നേക്കുമായി നശിക്കുന്നു, ആരും ഗണ്യമാക്കുന്നില്ല. ജീവതന്തു മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു, അപ്പോഴും അവർ വിവേകികളല്ല. 5-ാം അധ്യായം. വിളിച്ചു നോക്കൂ, ആരെങ്കിലും നിനക്കുത്തരം നൽകുമോ? ഏത് വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക? ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു, അസൂയ സരള ഹൃദയനെ നിഹനിക്കുന്നു. ഭോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു. തൽക്ഷണം അവൻ്റെ ഭവനത്തെ ഞാൻ ശപിച്ചു. അവൻ്റെ മക്കൾ അഭയസ്ഥാനത്തു നിന്ന് അകലെയാണ്. കവാടത്തിങ്കൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു. അവരെ രക്ഷിക്കാൻ ആരുമില്ല. അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു. മുള്ളുകളിൽ നിന്ന് പോലും അവൻ അത് പറിച്ചെടുക്കുന്നു. ദാഹാർത്തർ അവൻ്റെ സമ്പത്തിനു വേണ്ടി ഉഴറുന്നു. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നതുപോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു. അവിടുന്ന് താണവരെ ഉയർത്തുന്നു, വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു. സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു. അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനിയെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കുടുക്കുന്നു. ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു. പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു. മധ്യാഹ്നത്തിൽ രാത്രിയിലെന്ന പോലെ അവർ തപ്പിത്തടയുന്നു. അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. ദരിദ്രനു പ്രത്യാശയുണ്ട്, അനീതി വാ പൊത്തുന്നു. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകിട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് 6 കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. 7ാമതൊന്നും നിന്നെ സ്പർശിക്കുകയില്ല. ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. നാവിൻ്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും. വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നതുപോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് സത്യമാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടി ഇത് ഗ്രഹിക്കുക. 6-ാം അധ്യായം. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ വച്ചിരുന്നെങ്കിൽ, അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും. അതിനാൽ എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുൻപിലുള്ളപ്പോൾ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പു ചേർക്കാതെ തിന്നാനാകുമോ? മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ? എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എൻ്റെ ആഹാരം. ദൈവം എൻ്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ, എൻ്റെ ആഗ്രഹം സഫലമാക്കിയിരുന്നെങ്കിൽ, അവിടുന്ന് എന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ, കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ, അത് എനിക്ക് ആശ്വാസമാകുമായിരുന്നു. വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത്? എൻ്റെ ശക്തി കല്ലുകളുടെ ബലമാണോ? എൻ്റെ മാംസം പിച്ചളയാണോ?
എൻ്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു. എനിക്ക് ആശ്രയം അറ്റിരിക്കുന്നു. സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ മലവെള്ളച്ചാലുപോലെ ചതിയന്മാരാണ്. അവർ വേഗം വരണ്ടുപോകുന്ന അരുവികൾ പോലെയാണ്. അവയിലെ ഇരുണ്ട ജലത്തിന് പോഷണം മഞ്ഞുകട്ടയാണ്. മഞ്ഞു പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു. വേനലിൽ അവ വറ്റിപ്പോകുന്നു. ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു. കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു. അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു. തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു. ഷേബായരുടെ യാത്രാസംഘം അവയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു. നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു. എൻ്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടോ? ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചോ? ഉപദേശിച്ചു കൊള്ളുക, ഞാൻ നിശബ്ദം കേൾക്കാം. ഞാൻ എന്തു തെറ്റു ചെയ്തുവെന്ന് മനസ്സിലാക്കി തരുക. ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത്? കാറ്റു മായ്ക്കുന്ന നിരാശ പൂണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നുവോ? അനാഥനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു. സ്വന്തം സ്നേഹിതന് നിങ്ങൾ വില പേശുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവം നോക്കുക. നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല. നിൽക്കണേ, എന്നോട് നീതി കാട്ടണമേ. എൻ്റെ ന്യായവാദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നോ? വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ?